സംസ്കൃതം മൃതഭാഷയാണെന്നും സംസ്കൃതം ഒരു ആ, പിന്തിരിപ്പൻ ഭാഷയാണെന്നും പ്രചരിപ്പിക്കുന്ന ആധുനിക പുരോഗമനവാദികൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് പക്ഷേ 1900 അല്ലെങ്കിൽ എന്താ പറയുന്നത്, കേരളപ്പിറവിക്ക് മുമ്പുള്ള കേരളത്തിനെ പറ്റി എന്തെങ്കിലും ധാരണ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അന്ന് സംസ്കൃതം പഠിച്ചിരുന്നത് ഏതെങ്കിലും വരേണ്യവർഗമൊന്നുമല്ല, എല്ലാവരും പഠിച്ചിരുന്നത്. നമ്മുടെ കായംകുളത്ത് തന്നെ ഒരു വലിയ സംസ്കൃത പാഠശാല ഉണ്ടായിരുന്നു. നാരായണ ഗുരുസ്വാമികൾ അവിടെ നിന്നാണ് സംസ്കൃതം പഠിച്ചത്. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ എന്താണ് മന്ത്രങ്ങളിലും സംസ്കൃതം പഠിപ്പിക്കുന്ന അതിപ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്നു. അവരുടെ ഒന്നും ജാതിയൊന്നും ആരും ചോദിച്ചിട്ടില്ല. അതുപോലെ പട്ടാമ്പിയിലെ നമ്പി, അദ്ദേഹം എന്താണ് ഈ ജാതി വ്യവസ്ഥ വളരെ രൂക്ഷമായ സമയത്തും എല്ലാ ആളുകളെ ഇരുത്തിയാണ് സംസ്കൃതം പഠിപ്പിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന KV തിരുമുമ്പെന്ന് പറഞ്ഞ ഒരു അസാമാന്യനായ സംസ്കൃത പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം അസാമാന്യനായ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായിരുന്നു. 1957 EMS മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം എന്റെ നിയോഗം തീർന്നു, ഞാൻ ഇനി കാവ്യങ്ങളിലേക്ക് തിരിച്ചു പോകാണെന്ന് പറഞ്ഞ് പോയൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇന്ന് ആർക്കും അറിയത്തില്ല. ഞാൻ കാസർഗോഡ് പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ വീടൊന്ന് തേടി കണ്ടുപിടിച്ച് അദ്ദേഹം എഴുതിയ ഒരു കൃതിയെപ്പറ്റി അന്വേഷിച്ചു പോയി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മക്കൾക്ക് പോലും അത് അറിയില്ല അങ്ങനെ കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ടോ. അത്രയ്ക്ക് സംസ്കൃതത്തെ സംസ്കരിച്ച ഒരു അവസ്ഥയാണ് ഇന്നിപ്പോ കേരളത്തിലുള്ളത്. ഇതിന് കാരണം എന്ന് മുമ്പേ പറഞ്ഞ അതേ വിഷയമാണ്, രാഷ്ട്രീയവൽക്കരണമാണ് അതിൻ്റെ അകത്തെ ഒരു വിഷയം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവരും ഇടതുപക്ഷക്കാരനാണ്. കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ്സുകാരനായാലും ലീഗുകാരനായാലും SDP കാരനാണെങ്കിലും ഈവൻ BJP-കാരും ഇടതുപക്ഷമാണ്. അവരെല്ലാം ലെഫ്റ്റിസ്റ്റാണ്. ഇവരുടെ ഉള്ളിലുള്ള ഒരു നറേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് തങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കാസർഗോഡ് പോയിട്ടുള്ള ഒരു MP അദ്ദേഹത്തിന്റെ നെറ്റിയിലിട്ടിരുന്ന കുറി മായ്ച്ചു കളഞ്ഞ് നടക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന് ഇത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ധരിച്ചുകൊണ്ടിരുന്ന ഒരു ചിഹ്നമാണ്. ഞാനത് കണ്ടു വളർന്നു, എനിക്കത് തൊടണം തോന്നി, ഞാൻ തൊട്ടുകൊണ്ട് വന്നതാണ്. അതിനു പകരം അലർജി ക്ലിനിക്കിൽ നിന്ന് ഉപദേശം കിട്ടിയിട്ടാണ് ഞാനിത് മായ്ച്ചു കളഞ്ഞെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് പറയാനുള്ള ആർജവം ഇല്ലാതെ പോയിടത്താണ് കുഴപ്പം. ഈ ആർജവമില്ലായ്മ എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസത്തിനെ ഫോക്കസ് ചെയ്താണ് മലയാളികളുടെ ഒരു വളർച്ച തന്നെ. ഈ വളർച്ചയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകൾക്ക് ദേശീയതയില്ല, സാർവദേശീയതയാണ് അവരുടെ മുദ്രാവാക്യം. ഇന്ത്യൻ ദേശീയതയല്ല. ഇന്ത്യൻ ദേശീയത കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഫാസിസമാണ്. അതാണ് അവരുടെ പ്രശ്നം. അത് എന്താ പറയുന്ന ഒരു റീറേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഏരിയയാണത്. അത് എനിക്ക് തോന്നുന്നത് MN റോയ് EMS ഒക്കെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നത് ആദ്യം പറഞ്ഞ് പഠിപ്പിക്കണമായിരുന്നു. അത് ചെയ്യാതെ പോയതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പൊ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്ന സംഗതിയെ പറ്റി ഫാസിസമായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. പിന്നെ കേരളത്തിലെ ന്യൂനപക്ഷം, രണ്ട് പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളും അകം കൊണ്ട് ഇന്ത്യൻ ദേശീയത അംഗീകരിക്കുന്നില്ല. ഒരു വിഭാഗമാണെങ്കിൽ ഇപ്പോഴും ബ്രിട്ടൻ തിരിച്ചു വന്ന് ഭരണം ഏറ്റെടുക്കുകയാണെങ്കിൽ സന്തോഷം, രോമാഞ്ചമൊക്കെ ഉണ്ടാകുന്ന കക്ഷികളാണ്. മറ്റൊരു പക്ഷത്തിനാണെങ്കിൽ മതമാണ് ദേശീയതയെക്കാളും മുകളിൽ നിൽക്കുന്നത്. സെക്യുലറിസ്റ്റുകളാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് ദേശീയത, അതിനെ എങ്ങനെ സമീപിക്കണം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന് ഇതേ വിഷയം തന്നെ ഉണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് ദേശീയ സമരത്തിലൂടെ വളർന്നു വന്നൊരു പാർട്ടിയല്ല. കേരളത്തിൽ വിമോചന സമരത്തിലൂടെ വളർന്നു വന്നൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള ഘടകം.
അതിനു മുമ്പേ ഗാന്ധി വരികയും KP കേശവനെ പോലുള്ള ആൾക്കാർ ഉണ്ടായിരുന്ന INA വരെ പോയ KP കേശവൻ ഉണ്ടായിരുന്ന ഉണ്ട്. പക്ഷെ 57 ശേഷം കോൺഗ്രസിന്റെ അടിത്തറ എന്ന് പറയുന്നത് 57 EMS മന്ത്രിസഭയ്ക്കെതിരെ നടത്തിയ വിമോചന സമരവും മാർക്സിസ്റ്റ് വിരോധവുമാണ്. അതുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ ചെറിയാച്ചൻ അത് പരിശോധിക്കാവുന്ന ഒരു വിഷയമാണ്. ആ മാർക്സിസ്റ്റ് വിരോധത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് വളരെയധികം ജ്വലിപ്പിച്ച ഒരു ഭാഗത്ത് മാർക്സിസ്റ്റ് വിരോധവും മറുഭാഗത്ത് മാർക്സിസവും അല്ലെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആയിട്ട് നിന്നാണ് ഇത് പോയത്. ഇതിനിടയ്ക്ക് ദേശീയത നഷ്ടപ്പെട്ടു പോയി. എന്റെ അകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെ പക്ഷെ ഞാനത് മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്ന് വന്ന ദേശീയ നേതാക്കൾ, ഞാൻ ജീവിച്ചിരിക്കുന്ന രണ്ടുപേരുടെ പേരെടുക്കാം, MA ബേബിയും AK ആന്റണിയും. അവരുടെ സംഭാഷണങ്ങൾ നോക്കുക. അവരുടെ ഔട്ട്ലുക്ക് തന്നെ പല കാര്യങ്ങളിലും കോൺഗ്രസിനകത്തും CPM-നകത്തും ഉള്ള ആൾക്കാരുമായി വളരെ ഡിഫറെൻ്റ് ആണ്. അതിനൊരു കാരണം, ബേബി 12 വർഷം രാജ്യസഭയുടെ മെമ്പറായിരുന്നു. ബേബി ഞാൻ എപ്പോഴും ഓർക്കുന്നു, ശങ്കർദയാൽ ശർമ്മയുടെ ബേബി തന്നെയായിരുന്നു. ഈയിടെയും കണ്ടപ്പോൾ പറഞ്ഞു, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ ഭവനിലെ എല്ലാ അത്താഴങ്ങളിലും പുള്ളിക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. ബേബി എന്ന ഒഫീഷ്യൽ കാറൊന്നും ഇല്ലല്ലോ. അപ്പം പുള്ളി പറയുന്നത്, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന അവിടെ ഓട്ടോറിക്ഷയൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഓട്ടോറിക്ഷയും കാറും ഒന്നും രാഷ്ട്രീയ അകത്തേക്ക് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളി പറയുന്നത്, ഞാനിങ്ങനെ ആരാണ് എന്നെ VP ഹൗസ് വിടാൻ പറ്റുന്ന ആള് എന്ന് നോക്കി കണ്ടുപിടിച്ച് പുള്ളിയോട്ട് ഇതാകും. അപ്പൊ അങ്ങനെയുള്ള ഒരു ദേശീയതയെക്കുറിച്ച് അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ എന്നുള്ളത് കണ്ടറിഞ്ഞ ഒരു കക്ഷിയായിട്ടാണ് ഞാൻ ബേബിയെ കാണുന്നത്. അതുപോലെ തന്നെ AK ആന്റണി. നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാൽ രണ്ടുപേർക്കും അവരുടെ സംഭാഷണങ്ങൾ നോക്കുക, അവരുടെ പ്രസംഗങ്ങൾ നോക്കുക. ബാക്കിയുള്ളവരിൽ നിന്ന് വളരെ വളരെ വ്യതിരിക്തമായി. ശശി തരൂരിന്റെ കാര്യം ഞാൻ പറയുന്നതേ ഇല്ല. കാരണം വെച്ചാൽ അദ്ദേഹം ഡൽഹിയിൽ വളർന്ന ഒരു UN-ൽ വർക്ക് ചെയ്ത ഒരാളാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ നാട്ടിൽ നിന്ന് ദേശീയത തീർത്തും ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ? ചില എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരെ റിജക്ട് ചെയ്യുന്ന CPM-ല് ബേബിയെ റിജക്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. കോൺഗ്രസിൽ AK ആന്റണി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. രണ്ടുപേരും പല രീതിയിലും റിജക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ. ഒറ്റപ്പെട്ട വ്യക്തികൾ ധാരാളം പേരുണ്ട്. രഹസ്യമായിട്ട് ദേശീയത സൂക്ഷിക്കുന്ന ലക്ഷങ്ങൾ കാണും. പക്ഷേ അതൊരു വൈബായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആളുകളെ അതിലേക്ക് അഭിമുഖീകരിപ്പിക്കാനോ നേരെ നിർത്താനോ ഇവരാരും തയ്യാറാകാത്ത എന്തൊക്കെ അവരുടെ ഭയം, അതായത് അടിസ്ഥാനത്തിലുള്ള അടിതെറ്റണ്ട എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കും അവരത് ചെയ്തത്. അപ്പൊ ചെറിയ പറഞ്ഞതനുസരിച്ചിട്ട് കേരളത്തിന് പുറത്തു പോയാൽ ഈ ദേശീയതയൊക്കെ പഠിക്കും എന്നാണെങ്കിൽ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തിൽ നിന്നും ഒരു 2 ആഴ്ചത്തേക്ക് 10 കുടുംബങ്ങളെ വീതം കേരളത്തിന് പുറത്ത് കൊണ്ടുപോയി ഇന്ത്യ കാണിച്ചു കൊടുക്കണം. വലിയ ചെലവൊന്നുള്ള കാര്യമല്ല. അതെന്താ സർക്കാരിന് സർക്കാർ ഒരു ടൂറിസം പദ്ധതി ചെയ്യേണ്ടത്. ടൂറിസം പദ്ധതി കൂടെ ആണെങ്കിൽ ഒരുപാട് പേര് കാശ് കൊടുത്ത് തന്നെ പൊക്കോളൂ. കാശ് കൊടുക്കണ്ടാണെങ്കിൽ കൊടുക്കും. ഞാന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ആയിരുന്ന ഒരു കക്ഷിയോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് നമ്മുടെ അറിയായിരിക്കും, പ്രിൻസാറിന്റെ അടുത്ത് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് KSEB-യിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഇടുക്കി പദ്ധതി കൊണ്ടുപോയി കാണിക്കണം. കാരണം ആ ഒരു ഇടുക്കി പദ്ധതി എന്ന് പറഞ്ഞ അഭിമാനത്തിലാണ് KSEB നിലനിൽക്കുന്നത്. അത് കാണാതെ ജോലിയിൽ കയറിയിട്ട് ഇടുക്കി കാണാതെ പെൻഷൻ പറ്റിയ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരുള്ള ഒരു സ്ഥാപനമാണിത്. അതുപോലെ തന്നെയാണ് ഇന്ത്യ കാണാതെ ജീവിക്കുന്ന 3.5 കോടി അല്ലെങ്കിൽ 2 കോടിയെങ്കിലും ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ അങ്ങനെ പറയുമ്പോൾ LTC എന്ന് പറഞ്ഞൊരു സംഗതി കേരള ഗവൺമെന്റിന് ഉണ്ടാകുന്നുണ്ട്.
അതുണ്ട്. LTC ആണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ നിർബന്ധപൂർവ്വം ഓരോ പഞ്ചായത്തിൽ നിന്നും 10 കുടുംബങ്ങളെ വീതം എല്ലാ 2 ആഴ്ചയും കൂടുമ്പോൾ ഇന്ത്യ കാണുന്നതിനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോ ഈ വയസ്സായ ആളുകളെ കൊണ്ടുപോയില്ലെങ്കിൽ പോലും കുട്ടികളെങ്കിലും അറ്റ്ലീസ്റ്റ് കൂടെ കാണിക്കണം. കുട്ടികൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. വിദേശത്തൊക്കെ മറ്റേ ഈ യങ്സ്റ്റേഴ്സിനുള്ള ഹോസ്റ്റലൊക്കെ ഉള്ളതുപോലെ ഹോസ്റ്റലുകളുടെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കൊണ്ടുപോയി ഇന്ത്യ കാണിക്കുക എന്ന് പറയുന്നത്, ഇന്ത്യ വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രാജ്യമല്ലേ. അതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഞാനൊരു അസാംകാരിയെ കല്യാണം കഴിച്ചു, അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിലൊക്കെ പോയത്. അപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ മിസോറാംകാരും മലയാളികളും തമ്മിൽ എന്താണ് ബന്ധം? അപ്പൊ എന്താ അവരുടെ രൂപത്തിലും ഭാഷയിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഒക്കെ ഒരു ബന്ധമില്ല. പക്ഷെ നമ്മൾ രാജ്യത്തിന്റെ പാർട്ടാണ്, നമ്മളെല്ലാം ഇന്ത്യയുടെ സിറ്റിസൺസ് ആണ്. അപ്പോൾ നമ്മളെ മനഃപൂർവ്വം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, കേരളത്തിലെ പല ഇതും ഈ ഡൽഹിയിൽ ഒരു തേങ്ങയ്ക്ക് ഞാൻ ഓർഡർ ചെയ്യുവാണെങ്കിൽ അതിന് 60 രൂപ കൊടുക്കണം. അത് കേരളത്തിൽ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കേരളം തേങ്ങയുടെ അല്ലെങ്കിൽ തേങ്ങയുടെ നാടാണ്, കേര നാടാണ്. ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ആ തേങ്ങ തന്നെയാണ് നമ്മളുടെ ദേശീയത. അത് ബാക്കിയുള്ളിടത്ത് ഇത്രയും വലിയ മാർക്കറ്റിലേക്ക് തേങ്ങ അയച്ചു കൊടുത്താൽ നമുക്ക് കേരളത്തിലെ ആൾക്കാർക്ക് സുരക്ഷിതമായി താമസിക്കാവുന്നേ ഉള്ളൂ. തെങ്ങ് വേണ്ടേ? നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥാപനം ഉണ്ടായിട്ട് ഇന്ന് വരെ അവർക്ക് തേങ്ങയുടെ എണ്ണം കൂട്ടാൻ പറ്റിയിട്ടില്ല. അതായത് ചെറിയ വീടുകളിലാണെങ്കിൽ പോലും 1-2 തെങ്ങ് വെച്ചാൽ, തെങ്ങും തോപ്പുകൾ വേണ്ട വെച്ചാൽ പോലും ധാരാളം തേങ്ങ കിട്ടേണ്ടതാണ്. തേങ്ങയെ പറ്റി അപ്പൊ തേങ്ങാ ദേശീയത പോലും ഇല്ല. പിന്നെ എന്ത് തേങ്ങയാണ് മലയാളികളുടെ ദേശീയത എന്ന് തൃശ്ശൂർക്കാരെ പോലെ ചോദിക്കേണ്ടി വരും. അങ്ങനെ സാധനം നമുക്കിത് കൺക്ലൂഡ് ചെയ്തതിന് ദുബായിട്ടൊരു സംഗതി എന്ന് പറയുന്നത്, ഈ എന്താണത്, ഈ ദേശീയത മലയാളിക്ക് ദേശീയത ഞാൻ പറഞ്ഞല്ലോ, എന്ത് തേങ്ങയാണ് മലയാളിയുടെ ദേശീയത? ചെറിയത് പറയാം. അങ്ങനെ സംഗതി ഇല്ലാത്തൊരു സംഗതിയെ പറ്റി നമ്മൾ എന്തെങ്കിലും ചർച്ച ചെയ്യുന്നത് തന്നെ വേസ്റ്റ് ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാരണം, ഇപ്പൊ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തമ്മിലുള്ള ഒരു വളരെ രൂക്ഷമായ പോര് നടക്കുന്നു. പക്ഷേ ഇതേ കക്ഷികളുടെ ഡൽഹിയിലുള്ളവർ, ഇപ്പൊ സീതാറാം യെച്ചൂരിയും, എനിക്കറിയാം സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നല്ല പേഴ്സണൽ ബന്ധമാണ്. അവർ തമ്മിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഞാൻ കേട്ടത് സീതാറാം യെച്ചൂരി കഴിഞ്ഞ ആഴ്ച അതായത് വിളിച്ചു, നിങ്ങളുടെ ആൾക്കാരെ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഇത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതൊന്ന് ഇതാക്കണം. അതേപോലെ തന്നെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേട്ടത് അലിഗറിലെ ഒരു പ്രൊഫസർ സീതാറാം യെച്ചൂരിക്ക് ഒരു കത്ത് കൊടുത്തു. കേരളത്തിൽ നടക്കുന്ന ഈ ബിറ്റർനെസ് ശരിയല്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം ആ കത്ത് കഴിഞ്ഞ CCയിൽ വെച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷെ അതിന്റെ നമുക്കറിയാമല്ലോ കേരളത്തിൽ നിന്നുള്ള റെസ്പോൺസ് എന്താണെന്നുള്ളത്, പറ്റത്തില്ല എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ കേരളത്തില് അത് പറ്റില്ല, അത് ചെറിയ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ വിഭോജന സമരത്തിന്റെ വൈരം കിടക്കുന്നിടത്തോളം കാലം കേരളത്തിൽ പറ്റില്ല. അത് അവിടെ സമന്വയിച്ചു കഴിഞ്ഞാൽ 2 പാർട്ടി ഇല്ലാതായി പോകും. കേരളം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതിനെന്തോ പറയും എന്താ ചെറിയ പറഞ്ഞു വന്ന കാര്യങ്ങള് തുടരായി. ഇത് അന്നേരം എനിക്കത് പറഞ്ഞില്ലേ ശരിയായില്ല. കാരണം വിമോചന സമരത്തിലുണ്ടായ വൈരം അത് മാത്രം ചാർജ് ചെയ്ത് മുന്നോട്ട് പോകുന്ന 2 വീക്കിൾസ് ആണ് ഇടതുമുന്നണിയും ഐക്യമുന്നണിയും. അത് പക്ഷേ ശരിയായിട്ട് പറഞ്ഞതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. ഈ വൈരം മുന്നോട്ട് കൊണ്ടുപോകും തോറും സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ സർവനാശമാണ്. 4% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന കേരളത്തിൽ 4% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന BJPക്ക് ഇന്ന് ആവറേജ് 16-17% വോട്ടുണ്ട്. അത് 25 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപകടമാണ്. ഈ അപകടം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളല്ല, ഇവിടുത്തെ
ഓരോ നിമിഷവും രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന നേതാക്കന്മാരാണ് അത് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കേണ്ടത്. അവർ മനസ്സിലാക്കിയിട്ട് കൃത്യമായ നടപടിക്രമം സ്വീകരിക്കണം. അതിന് അവരുടെ മുമ്പില് 2 സംസ്ഥാനങ്ങള് കേരളത്തിന് പുറത്തു നിൽപ്പുണ്ട്, ത്രിപുരയും ബംഗാളും. ഉം. ത്രിപുരയിലും ബംഗാളിലും കോൺഗ്രസും ഇല്ല, CPM ഇല്ല. അവർക്ക് വോട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഭരണത്തിലില്ല. അവർക്ക് ഭരണത്തിലില്ല. ഭരണത്തിലേക്ക് കയറുന്നതിൻ്റെ അകത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ ഒരു സന്ദർഭത്തില് ഇന്ത്യ മുന്നണി ഒന്ന് റീഓർഗനൈസ് ചെയ്യുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. കാരണം കോൺഗ്രസിന് ആവറേജ് 20% വോട്ടുണ്ട്. ഞാൻ കേട്ടത് ഇത് തന്നെയാണ് ആ പ്രൊഫസർ തന്റെ കത്തിൽ പറഞ്ഞത്. കേരളത്തിൽ ഈ വൈര്യനിരാധന ബുദ്ധിയോടുകൂടിയുള്ള രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല, അവർ തമ്മിൽ എന്തെങ്കിലും അപ്രോച്ച്മെന്റ് ഉണ്ടാക്കണം എന്നാണ് ആ കത്ത് പറഞ്ഞതെന്നാണ് ഞാൻ അറിയുന്നത്. അത് വേണം. അത് ഇല്ലെങ്കിൽ സംഭവം ഏകകക്ഷി എന്ന് പറഞ്ഞാൽ അരാജകത്വമാണ്, അതിന് സംശയമൊന്നുമില്ല. അപ്പൊ ഇന്ത്യ മുന്നണി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തീരുമാനിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചു വിടുക. പ്രാദേശിക തലത്തിൽ മൊത്തം സീറ്റും കോൺഗ്രസിന് കൊടുക്കണമെന്നല്ല, ഭൂരിഭാഗം സീറ്റുകളും കോൺഗ്രസിനെ ജയിപ്പിക്കാനുള്ള വിധത്തിലും പിന്നെ അവരുടെ റെപ്രസെന്റേഷൻ നിലനിർത്തക്ക വിധത്തിലും വിടുക. കോൺഗ്രസ് ഒരു ദേശീയ കക്ഷിയായിട്ട് വരുന്നതാണ് അതിന്റെ ഔചിത്യം തന്നെ. 1% താഴെ മാത്രം വോട്ടുള്ള ഇടത് കക്ഷികളോ 5% വരെ വോട്ട് ഷെയർ ഉള്ള DMK, തൃണമൂല്, പിന്നെ UPയിലെ ഫാമിലി സോഷ്യലിസ്റ്റ് കക്ഷികള്, ഇവരൊക്കെ പാർലമെന്റിൽ പോയിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നത് ജനാധിപത്യത്തോട് വെല്ലുവിളിയായിട്ടല്ല ചോദിക്കുന്നത്. അവർക്ക് അവരുടെ സംസ്ഥാനങ്ങളുടെയും അവരുടെ പ്രത്യേക താല്പര്യങ്ങൾക്ക് പുറത്തു മാറിയിട്ട് ദേശീയമായ തലത്തിൽ ഇടപെടാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിനെ ജയിപ്പിച്ചു വിട്ടാൽ പറ്റും. പ്രാദേശിക തലത്തിൽ സംസ്ഥാനങ്ങളിൽ അവര് ഭരണം നേടിക്കോട്ടെ, കോൺഗ്രസുമായിട്ട് തന്നെ വേണമെങ്കിൽ മത്സരിച്ച് ഭരണം നേടിക്കോട്ടെ, അല്ലെങ്കിൽ തിരിച്ച് കോൺഗ്രസ് അവരെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് അങ്ങനെ ഒരു ഇക്വിലിബ്രിയം വരികയാണെങ്കിൽ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെഡറലിസം ശക്തിപ്പെടുത്തുന്ന കൂടുതൽ നിയമങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അവസ്ഥകൾ ഉണ്ടാക്കിയെടുത്താൽ ഭാവി ശോഭനമാണ്, അല്ലെങ്കിൽ സർവനാശമാണ്. അതാണ് അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് നിർത്താം. അതായത് മലയാളിയുടെ ദേശീയത നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. മലയാളിയുടെ ദേശീയത കണ്ടെത്തണം. പക്ഷേ മലയാളിയുടെ ദേശീയതയ്ക്ക് അപ്പുറത്തും ഇന്ത്യയുടെ ദേശീയത നിലനിൽക്കാൻ ഒരു സംവിധാനം എല്ലാവരും കൂടി ആലോചിക്കണം. അല്ല, അതാണ് എന്റെയും അഭിപ്രായം, അത് തന്നെയാണ്. അവിടെ നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം. അടുത്ത പ്രാവശ്യം വേറൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും സംവദിക്കും. തെക്ക് വടക്ക് സംവാദത്തിലേക്ക് വന്നതിൽ നന്ദി, നമസ്കാരം.